പകയോടെ മുമ്പേ പ്രിയാമാപുരത്തിൻ പദം മൂടുമോ തീരോടെ വെല്ലും വിരാട സ്വരൂപം വിരാട സലാരായി കളം മായ്ക്കുമോ സ്വാഗതം ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ഹമാം പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3 ദ ഗ്രാൻഡ് ഫിനാലെ. അങ്ങനെ നിങ്ങൾ പ്രേക്ഷകരും ഞാനുമൊക്കെ കാത്തിരുന്ന ആ ദിനം, ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ. ആരായിരിക്കും അകത്തുള്ള 4 പേരിൽ നിന്നും ഇന്നിവിടെ ആ വിജയ കിരീടവുമായി പുറത്തേക്ക് യാത്രയാവുക? വിജയ കിരീടം, യെസ്, എനിക്കറിയാം നിങ്ങളത് കാണാനിരിക്കുകയാണെന്ന്. എന്താ കാണണോ? ബിഗ് ബോസ് സീസൺ 3യുടെ ട്രോഫി നിങ്ങൾക്ക് കാണണോ? എന്നാ കണ്ടാലോ? ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒരു മത്സരാർത്ഥി കൊണ്ടുപോകുന്ന ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ വിന്നറിന് ലഭിക്കുന്ന ട്രോഫി. ബിഗ് ബോസ് സീസൺ 3 ദ ഗ്രാൻഡ് ഫിനാലയിൽ ടോപ്പ് 4 കണ്ടസ്റ്റൻസിനെ ഒന്ന് കാണാൻ വരൂ. യെസ്, ഫൈനലി കൺഗ്രാറ്റുലേഷൻസ് ബണ്ണി, ഡോഗി ഡോൺ, അദിൽ ഷാ, കനീഷ്ക്. ഓക്കെ, ഈ ഒരു അവസരത്തിൽ നിങ്ങൾ 4 പേർ 3 പേരായി മാറാൻ പോവുകയാണ്. ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലയിലെ ആദ്യ നോമിനേഷൻ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാൻ വരും. മത്സരാർത്ഥികളെ ശ്രദ്ധിക്കൂ, ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലയുടെ ആദ്യ നോമിനേഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഒരു സഹപാഠി അകത്തേക്ക് എത്തിയതിനു ശേഷം എവിക്റ്റഡ് ആയ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് വെൽക്കം ഡോഗി ഡോൺ. ഡോഗി ഡോൺ, കൺഗ്രാറ്റുലേഷൻസ്. 4ാം സ്ഥാനത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞമ്മക്ക് പെറുത്തന്നെ സന്തോഷമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ വേദി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതുവരെ തന്നെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നിർത്തി. എനിക്ക് വേറൊന്നും പറയാനില്ല. എങ്കിൽ അവിടേക്ക് പോയിരുന്നുള്ളൂ. നമുക്ക് വീണ്ടും അകത്തേക്ക് പോവാം. ഓക്കെ, വീണ്ടും 3 പേരായല്ലേ? ഈ 3 പേർ 2 പേർ ആകേണ്ട സമയമായി. അപ്പോ വീണ്ടും ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലയുടെ ഒരു നോമിനേഷൻ ആ വീട്ടിനുള്ളിൽ നടക്കാൻ പോവുകയാണ്. നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലയുടെ അടുത്ത നോമിനേഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം കനീഷ്ക്. കനീഷ്ക്, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പൊസിഷനിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ അവിടെ പോയിരുന്നോളൂ. ഇനി നമുക്ക് അകത്തേക്ക് ചെല്ലാം. ആരാണ് ബിഗ് ബോസ് സീസൺ 3 ടൈറ്റിൽ വിന്നർ എന്നറിയണ്ടേ? ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം. യെസ്, അങ്ങനെ വീണ്ടും എൻ്റെ ഇടവും വലവും 2 പേർ. 50ാമത്തെ ദിവസം എത്തിയില്ലെങ്കിൽ കൂടി നമ്മുടെ
വിജയകരമായ ഗ്രാൻഡ് ഫിനാലിലേക്ക് എൻ്റെ കൈയും പിടിച്ച് 2 പേർ ഇപ്പോൾ വരാൻ പോകുകയാണ്. ഇനി നിങ്ങളിൽ ആരാണ് പ്രേക്ഷക വിധപ്രകാരം വിജയകിരീടം എടുക്കുക എന്നത് മാത്രമാണ് അറിയേണ്ടത്. അതിനു മുമ്പ് നമുക്ക് ബിഗ് ബോസിനോടൊന്ന് സംസാരിക്കാം. ബിഗ് ബോസ്. മിസ്റ്റർ മോഹൻ സാർ, ഒരുപാട് സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ 2 സീസണുകൾ പോലെ തന്നെ നാം ഈ സീസണും അതിമനോഹരമായി തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇടവും വലവും എത്തിയ ബണ്ണി, ആദിൽ ഷാ 2 പേർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും മിസ്റ്റർ മോഹൻ സാർ, അടുത്ത സീസണുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ, ബിഗ് ബോസ് പോയി. ഇനി എന്തായാലും അടുത്ത സീസണൊക്കെ കാണാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എനിക്കറിയില്ല ഇനി ഒരു സീസൺ ഉണ്ടാവുമെന്ന്. എന്നാലും വരും, നമുക്ക് സ്റ്റേജിലേക്ക് പോകാം, സമയം കളയണ്ട. സ്വാഗതം ഏഷ്യൻ പെയിന്റ്സ് ആൻഡ് ഹമ പ്രസൻസ് ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ. അങ്ങനെ ടോപ്പ് 2 കണ്ടസ്റ്റന്റ്സ് ആദിൽ ഷാ ആൻഡ് ബണ്ണി ആൻഡ് ആദിൽ ഷാ. ഇനി ഇവരിൽ ആരാണ് ഈ ടൈറ്റിൽ വിന്നർ? അതറിയേണ്ട, സമയം കളയണ്ട. ബിഗ് ബോസ്, ആ BGM ഒന്നും കൂടെ എനിക്ക് ഇവരെ ടെൻഷൻ അടുപ്പിച്ച ഒരു വഴിയാക്കണം. അതെ, ജിമ്മു ഒന്ന് മോളിലേക്ക് കയറി, എന്നിട്ട് ആ ട്രോഫി ഒന്ന്, ബിഗ് ബോസ് സീസൺ 3 ട്രോഫി ഒന്ന് എടുത്തതിൻ്റെ തന്നെ. ഓക്കെ, റെഡി അല്ലേ? ബിഗ് ബോസ് സീസൺ 3 ദ ഗ്രാൻഡ് ഫിനാലെ ടൈറ്റിൽ വിന്നർ ഈസ് ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ കഥയറിയാതെ ഒന്നിച്ചൊരു ദിനങ്ങൾ നാളും ഒടുവിൽ പ്രേക്ഷകർ വിധിയെഴുതി. ബിഗ് ബോസ് സീസൺ 3 ഗ്രാൻഡ് ഫിനാലെ ടൈറ്റിൽ വിന്നർ ആദിൽ ഷാ ആൻഡ് ദ ഫസ്റ്റ് റണ്ണർ അപ്പ് ഈസ് ബണ്ണി. ഞങ്ങൾ ഈ ഗ്രാൻഡ് ഫിനാലെ ഒന്നേന്ന് ഇങ്ങനെ വീണ്ടും നിങ്ങൾക്കായി എത്തിച്ചതിന് പുറകിൽ മിസ്റ്റർ പ്രണവ് കുമാർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരുപക്ഷെ പോൾ വോട്ട് സ്ക്രീൻഷോട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സീസൺ വെറും ഒരു ഫ്ലോപ്പ് സീസണായി മാറിയേനെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഞങ്ങൾ പോലും അറിയാതെ എഡിറ്റ് ചെയ്ത ലിതിൻ എന്ന വ്യക്തിയെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും തന്നെ പുറത്താക്കിയ വിവരം നിങ്ങളെ അറിയിക്കുന്നു. എന്തായാലും ഇവിടെ ചരിത്രം തിരുത്തി എഴുതുകയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ച പ്രകാരം ഒരു ലേഡി വിന്നർ ആദിൽ ഷാ. ആദിൽ ഷാ, ഈ ഒരു അവസരത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു പൊസിഷൻ ഒട്ടും തന്നെ ആഗ്രഹിച്ചല്ല ഈ ഷോയിലേക്ക് വന്നത്. ഒരു കോമണർ കണ്ടസ്റ്റന്റായി ഞാൻ എത്തിയത് പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനാണ്. അവർ എന്നെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ വിജയ കിരീടം എന്റെ കൈകളിലേക്ക് തന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. മിസ്റ്റർ മോഹൻ സാർ, എന്റെ കൂടെ മത്സരിച്ച മറ്റു മത്സരാർത്ഥികളെ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. ഓക്കെ ബണ്ണി, ഫസ്റ്റ് റണ്ണർ എന്താണ് പറയാനുള്ളത്? എനിക്കെന്ത് സാറേ, എനിക്ക് അത് പൊസിഷൻ കിട്ടിയാലും ഹാപ്പിയാണ്. എന്തായാലും ഞാൻ ഫസ്റ്റ് റണ്ണർ പറഞ്ഞ ഈ പൊസിഷൻ എനിക്ക് ഹാപ്പിയാണ് മോഹൻ സാർ. ഓക്കെ, അപ്പോ ഇവർക്ക് സന്തോഷമായി, നിങ്ങൾക്കും സന്തോഷമായി. ഇനി എല്ലാവരും കിടന്നുറങ്ങിക്കോളൂ. എന്തായാലും ശുഭരാത്രികൾ നേരുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ ബിഗ് ബോസ് വീട്. ഇനിയൊരു കാത്തിരിപ്പാണ്. പുതിയ മത്സരാർത്ഥികളും പുതിയ സീസണും പുതിയ ടാസ്കുകളും വിശേഷങ്ങളുമായി വളരെ പെട്ടെന്ന് എത്താമെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും വരും. നമ്മുടെ സ്വന്തം സോഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാത്തിരിക്കും ബിഗ് ബോസ് സീസൺ 4-നായി.